അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് BCA ഫാത്തിമ അലി ആണ്. അപ്പോൾ ഇന്ന് ഈ സീരീസ് സെക്ഷനിൽ എടുക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു നോഷൻ ആണ്. ഫാത്തിമ എടുക്കാൻ പോകുന്നത്. നോഷനെ പറ്റി അറിയാനും കൂടുതൽ സംഭവങ്ങളൊക്കെ അറിയാനൊക്കെ. ഓക്കെ ഗൈസ്, ഹലോ ഓൾ. അപ്പം ഞാൻ ഫാത്തിമ അലി, BCA തേർഡ് സെം സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഓക്കെ, അപ്പോൾ നമ്മൾ നോഷനെ പറ്റി ബേസിക് ആയിട്ട് നോഷനെ പറ്റി ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, നോഷൻ എന്ന് വെച്ചാൽ ലൈക്ക് നമുക്ക് ഡെയിലി ബേസിസിൽ നമ്മളുടെ പ്ലാൻസും പിന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ, ഒരു പെർഫെക്റ്റ്ലി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഉള്ള കുറേ ടെംപ്ലേറ്റ്സ് ഒക്കെ ഉള്ളൊരു ആപ്പാണ് നോഷൻ. നമ്മൾ ലൈക്ക് യൂഷ്വലി റിമൈൻഡറും കാര്യങ്ങളൊക്കെ കീപ്പ് നോട്ട്സിൽ നോട്ട് പാഡിലൊക്കെ ചെയ്ത് വെക്കലല്ലേ, പക്ഷെ അതിനാട്ടിലും നല്ലോണം നമുക്ക് വൃത്തിക്ക് ഇപ്പം എഡ്യൂക്കേഷണൽ പർപ്പസിനാണെങ്കിലും നോട്ട്സ് നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് നോഷൻ. ഇത് ബോത്ത് പേഴ്സണൽ യൂസിനും നമുക്ക് ടീമായിട്ട് വർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നോഷൻ്റെ ഇതിൽ പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നോഷൻ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പം നിങ്ങൾ മെയിൽ ID അടിക്കുകയാണെങ്കിൽ, ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ഇത് മെയിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ഒരു ഇത് വരും, ലൈക്ക് മെയിലിലേക്ക് ഒരു കോഡ് പോലത്തെ ഒരു സംഭവം വരും. അപ്പം അത് അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ചെയ്യുക. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് പാസ്വേഡ് വന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് ഫസ്റ്റ് വരിക. പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, കയറുമ്പോൾ തന്നെ ഒരു ലൈക്ക് ടീമായിട്ടാണോ അതോ പേഴ്സണൽ യൂസിനാണോ എന്ന് ചോദിക്കും. അപ്പം ഇഫ് നിങ്ങൾ ടീമായിട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇതിൽ അത് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണൽ യൂസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ട്രെയിറ്റ് വരിക ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് ഫസ്റ്റ് വരിക. ഓക്കെ, ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് കാണിച്ചു തരാം. യെസ്, അപ്പം ലോഡ് ആവട്ടെ. ഓക്കെ, അപ്പം ഇതാണ് ലൈക്ക് ഞാൻ ഈ സ്കൂൾ നോട്ട്സ് കാര്യങ്ങൾ, കോളേജിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ഇപ്പം ഉണ്ടാക്കിയതാണ്. ഞാൻ ഇത് ഇനി കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കണ്ടേ, എന്നോ വിചാരിക്കണ്ടേ ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിക്കണം. ബിക്കോസ് ഇത് നല്ല യൂസ്ഫുൾ ആണ്. അതെന്താന്ന് വെച്ചാൽ, ഈ ഓൾ ക്ലാസ്സസിൽ ലൈക്ക് ഇതിന്ന് ഞാൻ ലൈക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞുതരാം. ഇത് ഒരു പേജ്. ഓക്കെ, അപ്പൊ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ, ഇവിടെ ഈ സൈഡിൽ നമുക്ക് ആഡ് എ പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ മറ്റേൽ നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ആണല്ലോ ഫസ്റ്റ് വരിക. അപ്പം ഇവിടെ നമ്മൾ എന്തെങ്കിലും ലൈക്ക് അടിച്ചു കൊടുക്കുക. ഇപ്പം കോളേജ് നെയിം തന്നെ ആയിക്കോട്ടെ, കോളേജ് അടിക്കുക. എന്നിട്ട് ലൈക്ക് ഇഫ് അല്ല, നിങ്ങൾക്ക് ആഡ് ഐക്കൺ ചെയ്യുക. കുറച്ചുകൂടി ക്രിയേറ്റീവ് ആക്കാൻ നമുക്ക് ലൈക്ക് ഓക്കെ, ഇങ്ങനെ ആഡ് ഐക്കൺ കൊടുക്കാം. ഇതിന് പകരം നമുക്ക് ലൈക്ക് ഒരു ആനിമേറ്റഡ് ഐക്കൺ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഈ പേഴ്സണൽ പ്ലാനിൽ നിങ്ങൾ കണ്ടോ ഇങ്ങനെ ആ ബെല്ലിൽ ഇങ്ങനെ റിങ് ചെയ്യുന്ന, ലൈക്ക് അതൊരു ആനിമേറ്റഡ് ഐക്കൺ ആണ്. അതെങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ, അപ്ലോഡ് ആൻഡ് ഇമേജ് ആണ് സംഭവം. ഐക്കണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതെന്നോ എവിടെ പോയി, ഇതല്ല ഐക്കൺ സെറ്റ്. ആനിമേറ്റഡ് ഐക്കൺസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് icons8.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഇതെന്താ ചെയ്യുക വെച്ചാൽ, ഇത് നിൽക്കുക ലൈക്ക്, എന്നിട്ട് ഇത് ഡൗൺലോഡ് ജിഫ്, എന്നിട്ട് മറ്റെടുത്ത് പോയിട്ട് നേരെ ചൂസ് ആൻ ഇമേജ് അവിടെ ഉണ്ടാവുമല്ലോ ആ സംഭവം, അത് ഓപ്പൺ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ഐക്കൺ, ആ ആനിമേറ്റഡ് ഐക്കൺ വരും. പിന്നെ കവർ എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ, ഇവിടെ തന്നെ ഉണ്ടല്ലോ ആഡ് കവർ, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു കവർ ലൈക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പം അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ്. പിന്നെ നമുക്ക് കുറച്ച് ഇങ്ങനത്തെ ഉണ്ടാവുക. പക്ഷെ ഞാൻ ഇതിനാട്ടിൽ പ്രിഫർ ചെയ്യുന്നത് ലൈക്ക് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കുന്നത്. ഇത് എനിക്കിത് കുറച്ച് കൺഫ്യൂസ് ആയി തോന്നലുണ്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ ലൈക്ക് ഓരോ ബ്ലോക്സ് ആണ്. ഇതിന് ബ്ലോക്സ് എന്നാ പറയാ.
അപ്പൊ നമ്മള് എൻ്റർ അടിച്ചാൽ ഒക്കെ പോവും. പിന്നെ ഇവിടെ കണ്ടോ ടൈപ്പ് /for commands. അപ്പം സ്ലാഷ് അടിച്ചാൽ ഇതിന് കുറേ ബേസിക് ബ്ലോക്സ് കാണാം, ലൈക്ക് ടെക്സ്റ്റ്, പേജ്, ടു ഡു ലിസ്റ്റ്, പിന്നെ ഹെഡിങ്, സൈസ്, ബുള്ളറ്റ് ലിസ്റ്റ്, ടോഗിൾ, പിന്നെ കോട്ട്, അങ്ങനെ കുറേ ഉണ്ട്. കുറേ എന്ന് വെച്ചാൽ കുറച്ചുണ്ട്. അപ്പം ലൈക്ക് നമ്മളിപ്പം ഒരു ഇത് എഴുതാണ്, നമ്മളിപ്പോൾ എന്താ എഴുതാം, our college is located at വാഴൂർ മൈതാനം. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമ്മൾ ടെക്സ്റ്റ് സൈസ്, വാഴയൂരിന്റെ ഒക്കെ സ്പെല്ലിംഗ് എന്താണോ, വാഴയൂർ. ഓക്കെ, ഇതിപ്പോ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലസ് സൈനും കാണാം, ഒരു 6 ഡോട്ട് അതും കാണാം അല്ലെ. ഈ പ്ലസ് സൈനിൽ നമുക്ക് ഇത് നോക്കട്ടെ, ഈ 6 ഡോട്ട്സിൽ നമുക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ടേൺ ഇൻ ടു, അത് ബുള്ളറ്റ് ലിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ആക്കാം. അത് ഞാൻ ഓരോന്ന് എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ നമുക്കിപ്പം ലൈക്ക് ഹെഡിങ് 1, 2, 3 എന്ന് പറഞ്ഞാൽ ഹെഡിങ് 1 എന്ന് പറഞ്ഞാൽ നല്ല വലുതായിരിക്കും. പിന്നെ ഹെഡിങ് 2 എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ കുറച്ച് ചെറുത്, ഹെഡിങ് 3 എന്ന് പറയുകയാണെങ്കിൽ അതിനാട്ടിൽ ചെറുത്. അപ്പൊ നമുക്ക് ഹെഡിങ് 3 വെക്കാം. എന്നിട്ട് ഇതിനെ ഇപ്പൊ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താൽ, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ ഇവിടെ കുറച്ച് ഇത് കാണാം, ലൈക്ക് ഓപ്ഷൻസ് കാണാം. അത് ബോൾഡ് ആക്കാം, ഇതിപ്പോ ഓൾറെഡി ബോൾഡ് ആണ്, പിന്നെ ഇറ്റാലിക് ആക്കാം, പിന്നെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ കളറ് ലൈക്ക് ഓക്കെ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പോ ചൂസ് ചെയ്ത്, ഇതിപ്പോ ആ ബോക്സ് മാത്രം ലൈക്ക് ആ എഴുതിയ സെന്റൻസ് മാത്രമാണല്ലോ ഇപ്പൊ ലൈൻ ഹോൾ ആക്കണമെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 6 ഡോട്ട് നിൽക്കുക. എന്നിട്ട് ഇവിടെ കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതില് യെല്ലോ ബാക്ക്ഗ്രൗണ്ട് വെക്കൽ. ഇപ്പം അത് ഫുള്ള് ഇത് നമുക്ക് എന്തിനാ യൂസ് വരാന്ന് വെച്ചാൽ ലൈക്ക് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ. ഒരു മിനിറ്റ്, തേർഡ് ഇയർ അല്ല സെക്കൻഡ് ഇയർ, ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ലൈക്ക് ഒന്ന് അടിപൊളിയാക്കി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യും. അപ്പം അത് പിന്നെ ലൈക്ക് ഞാൻ ഇത് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ അങ്ങനെ പറഞ്ഞുതരാം കേട്ടോ, വളരെ ബേസ് ആയിട്ട്. പിന്നെ ഇതിലുള്ളത് ടോഗിൾ ലിസ്റ്റ് ആണ്, ലൈക്ക് അത് ഇതിൽ കാണിച്ചു തരാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, ഇതിൽ കാണുന്നുണ്ടോ ഒരു ലിങ്ക് വരുന്നത് കാണുന്നുണ്ടോ, sias.edu.in. അതായത് അത് നിൽക്കിയാൽ നേരെ അതിന്റെ സിയാസിന്റെ വെബ്സൈറ്റിലേക്കാണ് പോവുക. അതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല് നമ്മള് ഓക്കെ ഇവിടെ സിയാസ് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസിൽ ലിങ്ക് എന്ന് കാണിക്കുമല്ലോ, ആ ലിങ്ക് എടുക്കുക, ആ ലിങ്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പോയിട്ട് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്താൽ എന്നിട്ട് ലിങ്ക് ടു വെബ് പേജ് നടിക്കുക. അപ്പം അതൊരു മറ്റേ സ്ട്രെയിറ്റ് ടു ലിങ്കിലേക്കാ പോവാ, വെബ്സൈറ്റിലേക്കാ പോവാ. ഓക്കെ, അതാണ് അങ്ങനെയാണ് അത് ചെയ്യുക. ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഈ ടോഗിൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരാച്ചാൽ ലൈക്ക് ഓരോ വിത്തിൻ പേജസ് ആണിത്. ലൈക്ക് ഫസ്റ്റ് ഇയറിന്റെ ഉള്ളിൽ ഇപ്പൊ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെ ഉള്ളിൽ ഫസ്റ്റ് സെം ആൻഡ് സെക്കൻഡ് സെം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ എന്തൊക്കെയാ ഉള്ളത് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്തു വെക്കാം. ഇതിപ്പോ ഫസ്റ്റ് സെമ്മിന്റെ ലൈക്ക് ഞാൻ തന്നെ തട്ടിക്കൂട്ടാക്കി ചെയ്ത് വെച്ചാൽ അതിന്റെ ഓരോ നോട്ട്സ് ഇവിടെ നമ്മൾ നോട്ട്സ് ഓരോന്ന് ഓരോ പേപ്പറിന്റെ നോട്ട്സ് ഇതിന്റെ ഉള്ളിൽ ലൈക്ക് ഉണ്ടാവുമല്ലോ, ഓരോ നിന്റെ ഉണ്ടാവുക. അപ്പൊ ഇത് തന്നെ സെയിം ഇവിടെയും ഉണ്ടാകും, ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഉണ്ടാകും അതന്നെ സെയിം. അതെങ്ങനാന്ന് വെച്ചാല് നമ്മൾ ഫസ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇതെങ്ങനെ ഈ കോഴ്സ് സ്കെഡ്യൂൾ എന്ന് പറഞ്ഞത് ഒരു ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, ടെംപ്ലേറ്റ്സ് എവിടെ കിട്ടാന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോ, അവിടെ ടെംപ്ലേറ്റ്സ് ഉണ്ടല്ലോ, അവിടെ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ലൈക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയതാ, ഇവിടെ തന്നെ കാണും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പം അതിൽ കോഴ്സ് സ്കെഡ്യൂൾ ഉണ്ട്.
സ്കാർഡ് കോഴ്സ് സ്കെഡ്യൂൾ. അപ്പം ഇത് ഈ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോരു ബേസ് നമുക്ക് ഉണ്ടാക്കി തരും. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാം, പക്ഷെ നമ്മൾ എടുങ്ങാറാവനാട്ടിലും നല്ലത് നമുക്ക് ഇങ്ങനത്തെ ഒരു ബേസ് ഒരു ഉണ്ടാക്കി തരും. അതുമേലെ നമ്മൾ പണിയെടുക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ്സ്. അപ്പം ഈ കോഴ്സ് സ്കെഡ്യൂളിൽ ലൈക്ക് ഇഫ് കലണ്ടർ ആണെങ്കിൽ അങ്ങനെ ഓരോന്നുണ്ട് ലെസൺസ്. അപ്പം നമ്മളുടെ ഇഷ്ടം ഏതാന്ന് വെച്ചാൽ അത് യൂസ് ദിസ് ടെംപ്ലേറ്റ് അടിച്ചാൽ ഇങ്ങനെ വരും. എന്നിട്ട് അത് നമ്മൾ ഇതിന്റെ ലൈക്ക് ഇതിന്റെ ടൈറ്റിലും പിന്നെ അതൊക്കെ മാറ്റി കൊടുക്കുക. ഈ മൊഡ്യൂൾസ് കാണില്ല അതെങ്ങനെയാ വരാന്ന് വെച്ചാൽ ലൈക്ക് ഇത് ഓപ്ഷൻ ഇതിനെന്തേനു പറയാ സെലക്ട് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, നമ്മൾ ഇത് ലൈക്ക് ഈ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പ്രോപ്പർട്ടി ടൈപ്പും നോക്കുക. ലൈക്ക് ഏതാണ് ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ്, അല്ലെങ്കിൽ മൾട്ടി സെലക്ട് ചെക്ക് ബോക്സ്. ഇത് കംപ്ലീറ്റഡിൽ വരുന്നത് ചെക്ക് ബോക്സ് ആണ്. അപ്പം അങ്ങനെ ഓരോന്ന് സെലക്ട് ആക്കി കൊടുക്കുക. പിന്നെ ഈ സ്റ്റാറ്റസിൽ വരുന്നത് മൾട്ടി സെലക്ട് ആണ്. ഓക്കെ, ഇത് ഒറ്റ ഒരു സെലക്ട് ചെയ്യാം അങ്ങനെ. അപ്പം ഈ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതെങ്ങനെ ഇവിടെ എത്തുന്നല്ലേ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഇപ്പൊ ഒരു പേജ് ഓക്കെ ഒരു വിത്തിൻ ഒരു പേജിന്റെ ഉള്ളിൽ എങ്ങനെ ഒരു പേജ് ഉണ്ടാക്കാന്ന് പറഞ്ഞുതരാം. ഈ സിയാസിന്റെ ഉള്ളിൽ ഇപ്പം ഇത്രയും പേജസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സെമ്മിന്റെ ഉള്ളിലാണ്. അപ്പൊ ഫസ്റ്റ് സെമ്മിന്റെ ഉള്ളിൽ ഒരു പേജ് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാല് ഫസ്റ്റ് സെമ്മിന്റെ ഉള്ളിൽ എന്താ ഇത്രയും പേജസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സെമ്മിന്റെ ഉള്ളില് ഇവിടെ ഒരു പ്ലസ് സൈൻ. അപ്പം ക്വിക്ലി ആഡ് എ പേജ് ഇൻസൈഡ് എന്നുള്ളൊരു പ്ലസ് സൈൻ ഇല്ലേ, അത് നിൽക്കിയാല് ഒരു പേജ് ഉള്ളിൽ ക്രിയേറ്റഡ് ആയി. ഇപ്പം എക്സാമ്പിൾ ഓക്കെ, എക്സാമ്പിൾ എന്ന് പറഞ്ഞ പേജ് ഇവിടെ ആയി. അപ്പൊ നമ്മൾ അത് ഔട്ട് വേറെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ നോഷനിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പറ്റും. ലൈക്ക് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യുക, ഈ ബ്ലൂ ലൈൻ ഉണ്ടല്ലോ അതിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോയി നമുക്ക് മനസ്സിലാവും ഇത് എവിടേക്കാ പോകണേന്ന്. ഓക്കെ, അങ്ങനെ ഡ്രാഗ് ചെയ്യുക, ഇവിടെ ഡ്രോപ്പ് ചെയ്തു. ഇതൊരു പേജ് ആണ്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഒരു പേജ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇഫ് ആഡ് ഐക്കൺ വേണമെങ്കിൽ ഒരു റാൻഡം ഐക്കൺ കൊടുക്കുക. അപ്പം ഇവിടെയും ഇപ്പം ഈ സംഭവം സെയിം, ഈ സാധനം ഇവിടേക്ക് നമുക്ക് ഇറക്കാൻ കഴിയില്ല. അപ്പം അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് എഡിറ്റ് ചെയ്യുന്നത് അപ്പുറത്ത്, ഇവിടെ എഡിറ്റ് ചെയ്യുന്നത് അവിടെയും വരണമെങ്കിൽ ഈ സ്കെഡ്യൂളിൻ്റെ ഉള്ളിൽ ഈ ടേബിളിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം EG എന്ന് പറഞ്ഞ സെയിം ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എൻറ്റർ അടിച്ചു. ഇത് ഓപ്പൺ ആസ് പേജ് ആഡ് ഐക്കൺ കൊടുത്തു. ഓക്കെ, വാട്ട് എവർ. ഈ ഇത് ലൈക്ക് ഇത് ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഈ പേജ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലിങ്ക് ഉണ്ടാവും. കോപ്പി ലിങ്ക് സെലക്ട് ചെയ്തിട്ട് എവിടേക്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ലിങ്ക് ടു പേജ്. അപ്പം ഇവിടെ നമ്മൾ എന്താണോ എഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ എന്താണോ എഡിറ്റ് ചെയ്യുന്നത് അത് രണ്ട് സ്ഥലത്തും വരും. അങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പറഞ്ഞ് അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുക. ലൈക്ക് ഈ 6 ഡോട്ട്സ് ഹോൾഡ് ചെയ്തിട്ട് അത് പിടിച്ചപ്പോൾ ഇങ്ങനെ ഈ ബ്ലൂ ലൈൻ ഞാൻ പറഞ്ഞില്ലേ ഈ റോല് ആ സൈഡിൽ മാത്രമല്ല ഉള്ളത്, അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്താൽ ഇതിപ്പോൾ 2 കോളമായി. ആക്ച്വലി ഇവിടെ ഇപ്പം 3 കോളംസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോന്ന് ഡ്രാഗ് ആൻഡ് അപ്പ് ചെയ്താൽ അങ്ങനെ ഇപ്പൊ 4 കോളംസ് മുകളിലുണ്ട്. അങ്ങനെ ഓരോന്ന് അറേഞ്ച് ചെയ്യാം. അപ്പൊ ആ ബ്ലൂ ലൈൻ അനുസരിച്ച് ഇഷ്ടമുള്ളത് പോലെ ആക്കാം. അങ്ങനെയാണ് ഈ ടേബിളിന്റെ ഉള്ളിൽ സെയിം സാധനം ലൈക്ക് അവിടെയും ഓക്കെ. അപ്പം അത് പിന്നെ ഇതെങ്ങനെ ഈ ടൈം ടേബിൾ എങ്ങനെയാ വെച്ചതെന്ന് വെച്ചാല് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സ്ലാഷ് അടിച്ചാൽ നിങ്ങൾക്ക് കുറെ ബ്ലോഗ്സ് കാണാം ഇഷ്ടമുള്ളത്. അപ്പം സ്ലാഷ് ഇമേജ് അടിക്കുക. ഇമേജ് അടിച്ചാൽ അപ്ലോഡ് ചെയ്യാനോ എംബെഡ് ചെയ്യാനോ വരും. അപ്പം ലിങ്ക് ആണെങ്കിൽ അത് എംബെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചൂസ് ആൻ ഇമേജ് അടിച്ചാൽ നിങ്ങൾക്ക് നേരെ ഡൗൺലോഡ് നിങ്ങളുടെ ഫയലിലേക്ക് പോകും. അപ്പൊ ഏതാന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ലൈക്ക് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അത് ഞാൻ അപ്പൊ ഡിലീറ്റ് ചെയ്യുന്നത് പിന്നെ മറന്നു. അപ്പം എനിക്ക് റിസ്ക്. അപ്പൊ പിന്നെ ലൈക്ക് അത് ഇങ്ങനൊക്കെ ആയി വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇത് ഒന്നായിട്ട് സെലക്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത്
യാ ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇത് ആക്ച്വലി നമ്മൾ ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരിക. ഇങ്ങനെ ഡൗൺവേർഡ്സ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ആദ്യം തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യില്ല. അപ്പം ഫസ്റ്റ് അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഒന്നായിട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ലൈക്ക് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ആക്ച്വലി എനിക്ക് തോന്നി ഇതാ സിമ്പിൾ. ഇപ്പം തേർഡ് സെമ്മിൻ്റെത് തുടങ്ങിയതുകൊണ്ട് ഞാൻ തേർഡ് സെമ്മിൻ്റെത് ഇപ്പം അങ്ങനെ ചെയ്തേ. പേപ്പേഴ്സ് എഴുതി ടൈം ടേബിൾ കിട്ടിയില്ല. ഇപ്പൊ കിട്ടിയത് ഇപ്പം ലൈക്ക് കോസ്മിൻ്റെ ഒക്കെ പേജില് നമ്മളുടെ ഇപ്പം ഈ സിലബസ് എങ്ങനെയാ ഇങ്ങനെ ആക്കിയത് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ മുന്നേ ഇതിപ്പോ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമുക്ക് ലൈക്ക് ക്ലാസ്സസ് നമ്മളുടെ പേപ്പർ ഒരു പേപ്പർ VCന്റെ ഒരു പേപ്പർ കോഴ്സും. അപ്പം അതിൽ 2 ടീച്ചേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പം ഒന്ന് സ്റ്റാറ്റും ഒന്ന് ന്യൂമറിക്കൽ അനാലിസിസും. അപ്പം ഈ ക്ലാസ് റൂമിൽ പോയി പിന്നെയും ഇങ്ങനെ ലൈക്ക് സ്വൈപ്പ് ചെയ്ത് തപ്പനാട്ടിലും നല്ലത് എനിക്ക് തോന്നി. ഇങ്ങനെ ഓരോന്ന് അപ്പൊ ചെയ്ത വെച്ചാൽ നമ്മൾ നോഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം, എന്നാലേ നമുക്കത് പിന്നത്തേക്ക് ഒരു എളുപ്പമായിട്ട് തോന്നുള്ളൂ ലൈക്ക് പിന്നെ നോക്കുകയാണെങ്കിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി തേർഡ് സെമ്മിൻ്റെ ഇങ്ങനെ ചെയ്തു വെക്കാം, എന്നാ പിന്നെ ഇങ്ങനെ ക്ലാസ് റൂമിൽ പോയി തപ്പണ്ടല്ലോ. അത് ഞാൻ അതിൻ്റെ ഇടയിലുള്ള സാധനം പറഞ്ഞില്ലല്ലേ. ഈ ഇതില് ഇതെങ്ങനെ സ്ക്രോൾ ചെയ്യാന്ന് വെച്ചാല് ഇത് ആക്ച്വലി ഒരു ഫയലാണ്, PDF ഫയലാണ്. അപ്പൊ നമ്മള് /ഫയൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഈ ക്യാം സ്കാനറിൻ്റെത് കണ്ടോ, അതുപോലെയാണ് വരിക ഫയലിൽ നമ്മൾ എംബഡ് ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ PDF അടിച്ചിട്ട് PDF സ്ലോ ഉണ്ടോ എൻ്റെത്, എനിക്ക് ഭയങ്കര PDF എംബഡ് ചെയ്യുകയാണെങ്കിലാണ് മറ്റേക്ക് ആ സ്ക്രോള് പോലെ വരിക. ഇങ്ങനെ വരിക നമ്മൾ PDF ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പം ആ സ്പേസ് കുറെ ലൈക്ക് PDF മറ്റേത് ഫയലായിട്ട് നമ്മൾ ഇതാക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണാനില്ലല്ലോ, അത് പിന്നെ പോയി ക്ലിക്ക് ചെയ്യണമല്ലോ. അപ്പൊ ഇതാവുമ്പോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി ഇങ്ങനെ. അപ്പം അത് വേറൊരു ഓപ്ഷന്. പിന്നെ പറയാൻ വന്നത് എന്താന്ന് വെച്ചാല് ഇതിൽ തന്നെ ലോഡ് ആവാൻ നെറ്റ്വർക്കിന്റെ കുറച്ച് ഞാൻ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്തത് ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഈ സെപ്റ്റ് വീക്ക് #1 അതിന്റെ മുന്നേ നമുക്ക് ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാം. ഈ 3 ഡോട്ട്സിൽ പോയിട്ട് ഈ ഡിഫോൾട്ട് സെറിഫ് മോനോ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ പേജിന്റെ ലൈക്ക് ടൈപ്പോഗ്രഫി ആണ്. ലൈക്ക് ഓരോ ഇതിന്റെ സൈഡ് ഇങ്ങനെ ഇതായി ചേഞ്ച് ആവും. കണ്ടോ ഓരോന്നും ഇങ്ങനെ ചേഞ്ച് ആവണേ. പിന്നെ സ്മോൾ ടെക്സ്റ്റ് ഉണ്ട്, അത് സ്മോൾ ആയിട്ട് ലൈക്ക് ടെക്സ്റ്റ് ഒന്ന് സ്മോൾ ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫുൾ വിഡ്ത്തിലാണെങ്കിൽ ഇങ്ങനെ ഈ പേജ് ഫുൾ ഇതിപ്പോ ഫുൾ പേജ് ഉണ്ടല്ലോ. മറ്റേതെന്ന് വെച്ചാൽ സെന്ററിൽ മാത്രം നടുവില് ഇങ്ങനെ കുറച്ച് കൺസിസ്റ്റഡ് ആയിട്ടാണല്ലോ ഉള്ളത്. പക്ഷെ എനിക്ക് മറ്റേതായി പ്രിഫർ മറ്റേത്. അപ്പം ഫുൾ വിഡ്ത്ത് എനിക്ക് വേണ്ട. ആ ഒരു ഓപ്ഷൻ കൂടി പറഞ്ഞു തന്നോ. ഇനി ഇത് ലൈക്ക് നിങ്ങൾക്ക് ഇപ്പൊ ടു ഡു വർക്ക്സ് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല് ഞാൻ ചെയ്തിട്ടില്ല. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതൊക്കെ ടോഗിൾ ലിസ്റ്റ് ആട്ടോ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്താൽ അത് പോയി. ഒരു ഇതുണ്ടാക്കാം. #1 വീക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക, നമ്മളത് ബോൾഡ് ആക്കുക, പിന്നെ ടെക്സ്റ്റിൽ പോയിട്ട് അതൊന്ന് വലുതാക്കുക. എന്നിട്ട് എന്താക്കാം, മറ്റേ ബാക്ക്ഗ്രൗണ്ടിന്റെ ഷോർട്ട് കീ ആണ് Ctrl+Shift+H. അപ്പം ഇങ്ങനെ വരും. പിന്നെ വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് മൺഡേ ടു ഷോർട്ട് ടേക്കല്ലേ ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ എന്താക്കുക, നിങ്ങൾക്ക് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കുക, Ctrl+B. പിന്നെ ഇപ്പൊ എന്താക്കണ്ടേ, പിന്നെ Ctrl+Shift+H കൂടി അടിച്ചാല് ലൈക്ക് ഇങ്ങനെ വരും, എല്ലാം ഹൈലൈറ്റഡ് ആവും. അപ്പം ഇത് എന്നിട്ട് മറ്റേക്ക എങ്ങനെ ആക്കുക വെച്ചാല്
ട്യൂസ്ഡേ ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് ഈ മൺഡേന്റെ റോന്റെ ഇപ്പുറത്ത് നിങ്ങൾ കാണില്ലേ അവിടെ ഒരു ബ്ലൂ ലൈൻ, അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. വെനസ്ഡേ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പം ഇപ്പം ഇവിടെ 3 columns ആയി ആ ഫസ്റ്റ് റോയില്. ഓക്കെ, അതുപോലെ ഈ സെക്കൻഡ് റോവും അങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് ഇവിടെ നമുക്ക് /to do എന്ന് അടിച്ചാൽ ടു ഡു ലിസ്റ്റ് വരും. ഓക്കെ, അങ്ങനെ ടു ഡു ലിസ്റ്റ് വരും. ഇത് നമ്മൾ എന്നിട്ട് ലൈക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ബാക്കിയുള്ളടത്തൊക്കെ, അല്ലാതെ എല്ലോട്ട് പോയിട്ട് അങ്ങനെ അടിക്കണം എന്നില്ല. അപ്പം എൻ്റർ അടിക്കുക, കോപ്പി പേസ്റ്റ്. അപ്പം എല്ലായിടത്തും അങ്ങനെ ചെയ്താല് ഇത് എന്താ താഴോട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഫുൾ ലൈനിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ വെച്ചാൽ അത് രണ്ടും കൂടി സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ്, പിന്നെ തേഴ്സ്ഡേന്റെ അടി കൊണ്ടുപോയി ഡ്രോപ്പ്. എൻ്റർ പേസ്റ്റ്. എന്നിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇപ്പം മൺഡേ എന്താക്കണം, കുളിക്കണം, ലൈക്ക് ബാത്ത്. ഓക്കെ, അപ്പം ഇഫ് എക്സാമ്പിൾ ഇട്ടാട്ടോ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ടു ഡു ഇട്ടാൽ മതി. എന്നിട്ട് അത് ടിക്ക് ചെയ്യുക. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി മറ്റേ ആ സംഭവം ഡിലീറ്റ് ആയി പോകും. പിന്നെ ഒരു ആർക്കൈവ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ September #1 എന്നുള്ളത് ഫുൾ തീർന്നിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ടു ഡു ലിസ്റ്റ് നിങ്ങൾക്ക് ഇനി ആർക്കൈവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാനാണ് ആർക്കൈവ്. അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം ബാക്ക് ടു സിയാസ്. ടോഗിൾ ലിസ്റ്റ് പറഞ്ഞു. പിന്നെ ഒരു ലൈക്ക് ഒരു ഷോർട്ട് ആണ് ബുള്ളറ്റ് ലിസ്റ്റിന്. നമുക്ക് ഹൈഫൺ ഇട്ടിട്ട് സ്പേസ് അടിച്ചാൽ അതൊരു ബുള്ളറ്റ് ലിസ്റ്റ് ആവും. ലൈക്ക് സ്ലാഷ് ഇട്ടിട്ട് ബുള്ളറ്റ് ലിസ്റ്റിലേക്ക് പോകണ്ട. അതുപോലെ ആ 6 dots ക്ലിക്ക് ചെയ്തിട്ട് ടേൺ ഇൻ ടു അങ്ങനെ പോവുകയും ചെയ്യണ്ട. അപ്പൊ അതിനായിട്ടുള്ള നല്ല ജസ്റ്റ് ഹൈഫൺ നിൽക്കുക, സ്പേസ് അടിച്ചാൽ ബുള്ളറ്റഡ് ആവും. പിന്നെ ഈ കലണ്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സ് സ്കെഡ്യൂൾ ആ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അത് ക്രിയേറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് ഇതിലുണ്ട് ഓൾ. അപ്പൊ അങ്ങനെ ഒരു ടേബിൾ ആവും. പിന്നെ ഇതുപോലെ ടേബിൾ വ്യൂവിലാണെങ്കിൽ ഇതാ ഇവിടെ ഉണ്ട് ബോർഡ് വ്യൂ. നിങ്ങൾ ഒരു സൈഡിൽ ഇവിടെ പ്രൊജക്ട് അവിടെ കാണുന്നുണ്ടല്ലോ, പ്രൊജക്ട് റോഡ് മാപ്പ്, അങ്ങനെ കലണ്ടർ, ലിസ്റ്റ്, ഗാലറി. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് അതും ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്ത് എന്താ വെച്ചാൽ പിന്നെ ഒറ്റ നോട്ടത്തിൽ ഏതൊക്കെ ഡേറ്റിന് എന്തൊക്കെ മനസ്സിലാവുമല്ലോ. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ ഉണ്ടല്ലോ, ഈ വെതർ, പിന്നെ ഈ കോഡ്സ്, പിന്നെ സംഭവം ഈ ഷീടെക് ഇവന്റ് എന്നുള്ള ഞാൻ റിമൈൻഡർ ഇട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് 8:30 ഞാൻ ഇട്ട് തോന്നുന്നു. അതായി 28 minutes and 30 seconds മോർ. അപ്പൊ ഞാൻ അത് റിമൈൻഡർ ഇട്ടേനു, ഡേറ്റും അല്ലെങ്കിൽ ടൈം മാറിപ്പോയി. ഇതൊക്കെ വിഡ്ജറ്റ്സ്. ഇത് എങ്ങനെ ലൈക്ക് കിട്ടുക, ഇത് നോഷന്റെ ഉള്ളിലുള്ളതല്ല, പക്ഷെ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ഐക്കൺസ്. indify.co എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, നോഷൻ വിഡ്ജറ്റ്സ് ഉണ്ട്. അപ്പം അതിൽ പോയിട്ട് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഡ്ജറ്റ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ കോപ്പി ലിങ്ക് ഉണ്ട്, അത് യൂസ് ചെയ്യാം. അതിലിപ്പം കോഡ്സ്, വെതർ, ഗൂഗിൾ കലണ്ടർ. ഇതൊരു മിനി കലണ്ടർ ആക്ച്വലി. ഇതായിരുന്നു ഞാൻ വേറൊരു സ്ഥലത്ത് ഇവിടെ യൂസ് ചെയ്യാൻ ഞാൻ വിചാരിച്ചിരുന്നത് അതേനു. പക്ഷെ അത് കുറച്ച് ദിവസമായിട്ട് ലൈക്ക് അത് അപ്ഗ്രേഡഡ് ഫോർ പ്രോ ആൾക്കാർക്ക്, ലൈക്ക് ആ പ്രോ ആക്കിയ ആൾക്കാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു തട്ടിക്കൂട്ട് കലണ്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് നല്ല രസമുണ്ട് എനിക്ക് കാണാൻ ഗൂഗിൾ കലണ്ടർ. പിന്നെ ഇങ്ങനത്തെ ഓരോ കുറച്ച് വിഡ്ജറ്റ്സ് ഉണ്ട്, ക്ലോക്ക്, കൗണ്ട് ഡൗൺ, കൗണ്ടർ, അങ്ങനെ പറഞ്ഞിട്ട്. ഇതെന്താ ചെയ്യാ വെച്ചാല് ഇപ്പൊ ക്ലോക്ക് വിഡ്ജറ്റ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇഫ് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പോയാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യണം, ടൈം സെറ്റ് ആക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ കോപ്പി ലിങ്ക് ഇതാ ഇവിടെ, ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് അവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ അത് വരും. ഓക്കെ, അല്ലെങ്കിൽ കസ്റ്റമൈസ് ആ വിഡ്ജറ്റ് കസ്റ്റമൈസ് ചെയ്യണമെന്നില്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം അങ്ങനെയാണ് ലൈക്ക് ഈ വിഡ്ജറ്റ്സ് ഒക്കെ ഞാൻ
അവിടെ വെച്ചത്. ഇത് പിന്നെ ഒരു ഇമേജ് ആണ്, അവിടെ സ്പേസ് വെറുതെ കിടന്നപ്പോൾ ഞാൻ വെച്ചതാണ്. അപ്പം അതായി. പിന്നെ പേഴ്സണൽ പ്ലാൻ പറയുകയാണെങ്കിൽ ആനിമേറ്റഡ് ഐക്കോൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചേഞ്ച് കവറും പറഞ്ഞു. പിന്നെ ഇതൊക്കെ ഞാൻ ഇതെന്ന് വെച്ചാൽ ഈ സംഭവം എന്താ വെച്ചാൽ കോട്ടാണ് കേട്ടോ. ലൈക്ക് ഒരു കോട്ട് നടിക്കുക, അപ്പൊ ഇങ്ങനെ വരും. എന്നിട്ട് എന്താ നിങ്ങളുടെ ലൈക്ക് എന്ത് കോട്ടാണെങ്കിലും അത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പൊ അതൊരു ലൈക്ക് ഒരു കോട്ട് രൂപത്തിലേക്കാവും. ഇത് നമുക്ക് വേണ്ട. ഇത് ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ട് നിങ്ങൾ, ഒരു ലൈറ്റ് ഡിവൈഡർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ ഉണ്ട്. ഞാൻ ഇവിടേക്ക് വെച്ചാല് അത് അവിടെ ഒരു രണ്ടിനും ഒരു ലൈറ്റ് ലൈൻ. അതെങ്ങനാന്ന് വെച്ചാൽ അതും /div കണ്ടോ, div നടക്കുമ്പോൾ അതൊരു ലൈക്ക് ഡിവൈഡർ വരും. അതാണ് സംഭവം, അവിടെ വന്നു. പിന്നെ ഇത് പറയുകയാണെങ്കിൽ സ്പോട്ടിഫൈൻ്റെ ലിങ്ക്, ഇത് ആക്ച്വലി വർക്ക്സ്. അത് മ്യൂസിക് വരും, അത് നിങ്ങളിപ്പോ കേട്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ പ്ലേ ചെയ്താൽ അത് സ്പോട്ടിഫൈൻ്റെ കുറച്ച് സോങ്സ് എല്ലാം കൂടി ഒരു ഫോൾഡറിലേക്ക് ആക്കിയിട്ട് അതിന്റെ ലിങ്ക് നേരെ കൊടുത്തതാ ഇതിലേക്ക്. അപ്പം അങ്ങനെ ലിങ്ക് കൊടുത്തപ്പം ഇവിടെ അല്ലെങ്കിൽ /audio എന്ന് അടിച്ചിട്ട് അവിടെ ലിങ്ക് കൊടുക്കുക. അപ്പം ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കലി പ്ലേ ആവും. പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ കുറച്ച് പേഴ്സണൽ പ്ലാൻസിലുള്ള ടെംപ്ലേറ്റ്സാണ്. പേഴ്സണൽ പ്ലാൻ ഞാൻ ഉദ്ദേശിച്ച ഈ ടെംപ്ലേറ്റ്സിൽ എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞൂല്ലേ, പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ട് ഇതാ കുറച്ച് ഇതുണ്ട്, ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം പേഴ്സണൽ പ്ലാൻസിൽ ഓക്കെ, ഇത് കുറച്ച് പേഴ്സണൽ ഹോമിൽ എന്താ ഉള്ളത് വെച്ചാൽ ഇത് കുറച്ച് ഡെയിലി മൂവി ലിസ്റ്റ് അങ്ങനെ അതിലുള്ളത് തന്നെ ഞാൻ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്തെന്നുള്ളൂ. ഇപ്പൊ മൂവി ലിസ്റ്റിലേക്കാണെങ്കിൽ വോണ്ട് ടു വാച്ച് ഉണ്ടാവും. അപ്പൊ നമുക്ക് ലൈക്ക് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ കൊറിയനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ട് ഓരോന്നും കാണാലോ. അങ്ങനെ അത് പേഴ്സണൽ ഹോം. പിന്നെ മീറ്റിംഗ് നോട്ട്സിന്റെ ടെംപ്ലേറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ മീറ്റിംഗ് അജൻഡാസിന്റെ അങ്ങനെ ഏതെങ്കിലും എഴുതിയിട്ട് ഇതെന്ന് വെച്ചാൽ ഏതൊക്കെ ഇവന്റ് ലൈക്ക് ഏത് ബേസ്ഡ് ആണെന്നുള്ളതാണ് ഈ സംഭവം ഉണ്ടല്ലോ. ഇതിപ്പോ ഏതാ സൈഡ് റൈറ്റ് സൈഡിലുള്ള ഇത്. അപ്പം ലൈക്ക് ഒരു ഇപ്പൊ DSHന്റെ മീറ്റ് ആണെങ്കിൽ DSHന്റെ മീറ്റിന്റെ എന്തൊക്കെ ഡിസ്കസ്ഡ് എന്ന് ഇങ്ങനെ എഴുതി വെക്കാം. അപ്പൊ നമുക്ക് പിന്നത്തേക്ക് ലൈക്ക് നോക്കുമ്പോൾ മനസ്സിലാവല്ലോ, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും അങ്ങനെ ചെയ്തു വെക്കാം. പിന്നെ ടാസ്ക് ലിസ്റ്റ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ടു ഡു എന്താ ഇപ്പം ടു ഡു അത് ഞമ്മക്ക് കുളിക്കാൻ നോക്കാം. അപ്പം ടു ഡു എന്താക്കണം, ഓക്കെ കുളിക്കണം. അപ്പൊ ഡൂയിങ് ആണെങ്കിൽ അത് ഡൂയിങ്ങിലേക്ക് കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്യുക, ഡൺ ആണെങ്കിൽ ഡണ്ണിൽ കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്യുക. ടുബാത്ത് അല്ലട്ടെ ഉദ്ദേശിച്ചാൽ അത് ഇമ്പോർട്ടൻറ്റ് എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് ടു ഡു ഡൂയിങ് ഡൺ. അല്ലെങ്കിൽ ഇഫ് കംപ്ലീറ്റ് ആക്കാനുള്ള എന്തെങ്കിലും വർക്ക് ആണെങ്കിൽ അങ്ങനെ ഇത് മാറ്റി കൊടുക്കുക. അതിനനുസരിച്ചിട്ട് ഈ സംഭവം ടൈറ്റിൽ മാറ്റി കൊടുക്കാം. അത് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഉള്ളത് ക്വിക്ക് നോട്ടാണ്. ലൈക്ക് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ബുള്ളറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നത്തേക്ക് ചെയ്യാനുള്ളത് അങ്ങനെ ക്വിക്ക് നോട്ട് എന്നുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഈ ലൈഫ് വിക്കി എന്ന് പറയുകയാണെങ്കിൽ എല്ലാം കൂടിയും ആ പറഞ്ഞ ടെംപ്ലേറ്റ്സ് ഓരോന്നായിട്ടും എല്ലാം കൂടി ഒന്നിലുള്ളതാണ് ഈ ലൈഫ് വിക്കി. അതായത് ഇങ്ങനെ നോട്ട്സ്, ഡ്രാഫ്റ്റ്സ്, ടാസ്ക് ലിസ്റ്റ്, ഗോൾസ്, അപ്പൊ എല്ലാം കൂടി ഉള്ള. അപ്പൊ ഇതിന് നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. പക്ഷെ ഈ ലൈഫ് വിക്കി എന്ന് പറയുന്നത് എല്ലാം കൂടി ഉള്ളൊരു ടെംപ്ലേറ്റ് ആണ്. അപ്പം പിന്നെ ഒരു കാര്യം, ഇതിപ്പോ നമ്മളുടെ പേഴ്സണൽ യൂസിനുള്ളതാണ് ഇത്. ഓക്കെ, ഇപ്പം ഞാൻ ഇനി ടെക്സിയാസിന്റെ നോഷൻ പേജ് ഒന്ന് കാണിച്ചു തരാം. അത് വർക്ക് സ്പേസ് ആണ്. ടെക്സിയാസിന്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മളെല്ലാവരും കൊലാബറേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസ് ആണ് ടെക്സിയാസിൻ്റെത്. അപ്പൊ അതിന്റെ സൈഡിൽ ഇങ്ങനെ ഷെയർഡ് എന്ന് കാണിക്കും, പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ളത് കാണിക്കും. നമ്മളുടെ ഇപ്പൊ നേരത്തെ ഫുൾ പ്രൈവറ്റ് ആണ്, നമ്മൾ മാത്രമാണല്ലോ യൂസ് ചെയ്യുന്നത്, അതായത് ഞാൻ മാത്രമാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഫുൾ പ്രൈവറ്റ് ആണ്, അത് ഞാൻ വേറെ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല. ഇതെന്ന് വെച്ചാൽ ഈ ഷെയർഡ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് അതെങ്ങനെ, അത് ഒരു വർക്ക് സ്പേസിലാണ് നടക്കുക. അപ്പം അതെങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാ വെച്ചാല് ഇവിടെ റൈറ്റ് ടോപ്പിൽ ഷെയർ എന്നുണ്ടാകും. അപ്പം ഇഫ്
നമ്മളുടെ പേജ് ആണ് ഒരാൾക്ക് കണ്ടത്, ജസ്റ്റ് എഡിറ്റ് ആക്സസ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് ഷെയർ ടു വെബ് ഓൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ലിങ്ക് ഉണ്ടാകും, അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഒരു ആ പേജ് കാണാം, ബട്ട് അവർക്ക് ആക്സസ് ഉണ്ടാവില്ല. പിന്നെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു മെയിൽ ഐ ഡി ലൈക്ക് ആരുടെന്ന് വെച്ചാൽ ഇപ്പൊ അഫ്നൻ്റെതാണെങ്കിൽ അഫ്നന്റെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് നേരെ അവിടെ റിക്വസ്റ്റ് വരും, അങ്ങനെ ആക്സസ് കിട്ടും ടെക്സാസിലേക്ക് എഡിറ്റ് ചെയ്യാൻ. ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ് ബോക്സ്, ഐ മീൻ ഡൂയിങ് ആ സംഭവം ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കൊണ്ടിട്ടുള്ളതാണിത്. കൂടുതൽ കാണിച്ചിരുന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് ലൈക്ക് വർക്ക് സ്പേസിന്റെ നോഷൻ പേജ് ആണിത്. പിന്നെ നമ്മളുടെ പേഴ്സണൽ പ്ലാൻസ്. ഇനി ഞാൻ വേറൊന്നും പറയാൻ വിട്ടുപോയിട്ടില്ല. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഉള്ളൂ പറയാൻ, റിമൈൻഡർ എങ്ങനെ ഒരാൾക്ക് ലൈക്ക് ഇഫ് ഓക്കെ ടെക്സാസിന്റെ നോഷൻ പേജിൽ കാണിച്ചത്. ഇപ്പൊ നമുക്ക് പേഴ്സണലി തന്നെ റിമൈൻഡർ വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അറ്റ് അടിക്കുക, അപ്പൊ തന്നെ ഇങ്ങനെ വരിക, എച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക. അപ്പൊ എന്നിട്ട് റിമൈൻഡ്, നല്ല സ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്, റിമൈൻഡ് ടുമോറോ 10 o'clock AM എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ ഒരു റിമൈൻഡർ വരും. ഓക്കെ, ഇതിപ്പോ നമ്മൾ നോഷൻ പേജിലാണ് ലൈക്ക് ഐ മീൻ വർക്ക് സ്പേസിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ടെക്സാസിനിൽ പോയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെ പോയി ചെയ്യുക, ഇവിടെ ചെയ്യാം. ഇവിടെ നമ്മൾ റിമൈൻഡർ അടിക്കുകയാണെങ്കിൽ റിമൈൻഡ് ടുമോറോ എന്നിട്ട് അറ്റ് മെൻഷൻ ചെയ്യുക ആരെന്ന് വെച്ചാൽ ഇഫ് ഞാൻ അഫ്നെ മെൻഷൻ ചെയ്യുന്ന വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ ബിസിനസിനെ കാണുന്നുള്ളൂ, ഇങ്ങനെ ചെയ്താൽ ഈ മെസ്സേജ് ഓർക്ക് പോവും. ലൈക്ക് അറ്റ് ബിൻസ് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം, ഓരോ മെൻഷൻ ചെയ്തിട്ട്. ഇപ്പൊ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇത് ഞാൻ വേറെ നേരത്തെ അല്പം മെസ്സേജ് അയച്ചതാണ്. ലൈക്ക് എഡിറ്റ് ചെയ്യാനാണെങ്കിലും ഇങ്ങനെ ഒരു ഇപ്പം ഈ ഒരു ഓക്കെ ഈ ഒരു വേർഡ് ഓക്കെ റാൻഡം വേർഡ് എടുത്തിട്ട് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതാരാ കാണേണ്ടത് എന്ന് വെച്ചാൽ ഓരോ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഓരുടെ മെയിലിലേക്ക് അത് പോവുകയും ചെയ്യും, ഒരു നോഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഓർക്ക് അത് കാണാനും പറ്റും. ഓക്കെ, അത്രയാണ് അത്. പിന്നെ നമുക്ക് ക്വിക്ക് ഫൈൻഡ് എന്നുള്ളത് എന്തിനാന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ലൈക്ക് ഫസ്റ്റ് സെമ്മിന്റെ നോട്ട്സ് DM കണ്ടുപിടിക്കണം, ലൈക്ക് ഇങ്ങനെ ഓരോന്ന് സ്ക്രോൾ ചെയ്ത് പോകണായിട്ടുള്ള ജസ്റ്റ് നമുക്ക് എന്താന്നുള്ളത് ഫോൾഡർ നെയിം അറിയെങ്കിൽ അത് ടൈപ്പ് ചെയ്താൽ നമുക്ക് അത് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓർമ്മയില്ലെങ്കിൽ ആരാ ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ലാസ്റ്റ് എഡിറ്റ് എപ്പോഴാ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ഫിൽറ്റർ ചെയ്താൽ അതിനനുസരിച്ച് കിട്ടും. ഐ തിങ്ക് ഇതിന്റെ ബേസിക്സ് ഒക്കെ ഇത്രേ ഉള്ളൂ. ലൈക്ക് ഇതിൽ കുറെ ഉണ്ട്, നമുക്ക് വിഡ്ജറ്റ്സ് ആണെങ്കിലും ടെംപ്ലേറ്റ്സ് ആണെങ്കിലും ഇങ്ങനെ സെർച്ച് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഇങ്ങനെ അത് നമ്മളിങ്ങനെ ചെയ്യും മനസ്സിലാവും, ഓരോന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ബേസിക് ആയിട്ട് പറയാന്. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ടെംപ്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോഷനെ പറ്റിയിട്ട് ഞാൻ ഭയങ്കര ഫാസ്റ്റ് വിത്തിൻ ഹാഫ് ആൻ അവർ ഭയങ്കര ഫാസ്റ്റിന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ലൈക്ക് നോഷനെ പറ്റി ഫസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ മെനക്കടേക്കും നമ്മളങ്ങനെ യൂസ് ചെയ്യുമ്പോൾ തേങ്ങി വരുന്നതാ. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ പറയാൻ വന്നത് നോഷനെ പറ്റി നിങ്ങൾക്ക് ഒരു ചാനൽ യൂട്യൂബിൽ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാനിസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്തത് എവിടെ ജാനിസ് സ്റ്റഡീസ്. നിങ്ങൾക്ക് നോഷന്റെ എന്തെങ്കിലും ലൈക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാനിസ് സ്റ്റഡീസിന്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കുക. ലൈക്ക് ഒരു നല്ല ടെംപ്ലേറ്റ്സ് ഓരുടേതായ ടെംപ്ലേറ്റ്സ് തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നേരെ അത് അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ തന്നെ കാണിച്ചു യൂട്യൂബിൽ പോവാ. ജാനിസ്
ജാനസിന്റെ ഇതില് ഇതാ ലൈക്ക് ഒരു നിങ്ങൾക്ക് ഇപ്പൊ സ്കൂൾ നോട്ട്സ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോ ലൈക്ക് ഓ മാൻ ഇതിന്റെ ആഡ് ഒക്കെ ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് അതൊന്നും കാണണ്ട. പക്ഷെ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാല് ഇതാ ഇവിടെ കാണുന്നുണ്ടോ മൈ നോഷൻ ടെംപ്ലേറ്റ് ജാൻസിന്റെ അല്ലേ? ആ, മൈ നോഷൻ ടെംപ്ലേറ്റ്. അപ്പൊ അതെന്ന് വെച്ചാൽ ഒരു ഉണ്ടാക്കിയതിന്റെ ടെംപ്ലേറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഓരോ ടെംപ്ലേറ്റ്. അപ്പൊ ഇത് എഡിറ്റ് ചെയ്ത് കൊടുത്താലും മതിയല്ലോ. ലിസ്റ്റ് ഓഫ് കോഴ്സസ്, ടു ഡൂസ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പേഴ്സ് വേണമെങ്കിൽ ഇങ്ങനെ, അതാണ് ടെംപ്ലേറ്റ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കണ്ട. ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയ ടെംപ്ലേറ്റ് ഉണ്ടാവും, അത് കോപ്പി ചെയ്തിട്ട് എന്താ ചെയ്യാന്നോ, ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മളുടെ വർക്ക് സ്പേസിലേക്ക് കൊണ്ടുപോവുക. നമ്മളുടെ ഏതാണ് ഓഷൻ വെച്ചാൽ അതിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ഇത് അവിടെ അപ്ലൈ ആയിക്കോളൂ. യാ, അത്രേ ഉള്ളൂ. പിന്നെ നോഷനെ പറ്റി യാ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇങ്ങനെ ഓരോന്ന് ലൈക്ക് ചെയ്തു നോക്കുമ്പം ആണ് മനസ്സിലാവും. അപ്പം വേറെ ലൈക്ക് ഇഫ് നിങ്ങൾക്ക് എന്തെങ്കിലും നോഷനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ്. എന്നോട് ചോദിക്കുക. യാ, അത്രേ ഉള്ളൂ. താങ്ക് യു ഗൈസ്.